പ്രമുഖ പത്രപ്രവർത്തകനും എഴുത്തുകാരനും നോവലിസ്റ്റും ടെഹൽക്കയുടെ സ്ഥാപകനും അതിലുപരി രാജ്യം കണ്ട ഫാസിസ്റ്റ് വിരുദ്ധ പോരാളികളിൽ ഒന്നാമനുമായ തരുൺ തേജ്പാലിനെ ബോംബെ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ച് 10 കൊല്ലം കഠിന തടവിനും പിഴ ശിക്ഷയ്ക്കും വിധിച്ചു എന്നുള്ളതാണ് ഈ സായാഹ്നത്തിൽ നമ്മളെ തേടിയെത്തുന്ന ഏറ്റവും ചൂടേറിയ വാർത്ത. തരുൺ തേജ്പാലിനെ നിങ്ങൾ മറന്നുപോയി കാണില്ല എന്ന് വിചാരിക്കും. ഇദ്ദേഹം ഒരു സൈനിക ഉദ്യോഗസ്ഥൻ്റെ മകനായിട്ടാണ് ജനിച്ചത്. പിന്നീട് സൈനിക സേവനത്തിന് പോകാനാണ് താല്പര്യപ്പെട്ടതെങ്കിലും എന്തോ കാരണവശാൽ വഴിതെറ്റി പത്രപ്രവർത്തന രംഗത്താണ് വന്നുപെട്ടത്. ആദ്യം ഇന്ത്യൻ എക്സ്പ്രസ്സിലായിരുന്നു, പിന്നീട് ഇന്ത്യ ടുഡേയിൽ ചേർന്നു, പിന്നീട് ഔട്ട്ലുക്ക് മാസിക സ്ഥാപിക്കുന്നതിലും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. അതിനുശേഷം ടെഹൽക്ക എന്ന് പറഞ്ഞ ഒരു ന്യൂസ് പോർട്ടൽ ആരംഭിച്ചു. പിന്നീട് അതൊരു വാരികയായിട്ട് വളർന്നു. ഈ ടെഹൽക്കയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം, ഈ രാജ്യത്ത് പ്രത്യേകിച്ച് അടൽ ബിഹാരി വാജ്പേയി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വലിയ സ്കൂപ്പുകൾ ഒക്കെ അടിച്ചുവിട്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ഒരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനമായിരുന്നു. BJP ദേശീയ അധ്യക്ഷനായിരുന്ന ബംഗാരു ലക്ഷ്മണെ കൈക്കൂലി കേസിൽപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കിയത് ഈ പോർട്ടലാണ്. മലയാളിയായ മാത്യു സാമുവലാണ് അതിന് ചൂക്കാൻ പിടിച്ചത്. അത് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ പോലെയുള്ള സമർത്ഥരായ പത്രപ്രവർത്തകരുണ്ടായിരുന്നു. തരുൺ തേജ്പാലാണ് ഈ ഓപ്പറേഷനൊക്കെ മുൻകൈയെടുത്ത് പ്രവർത്തിച്ച അദ്ദേഹത്തിനോട്. അതുകൊണ്ട് തന്നെ BJPക്കാർക്കും RSSകാർക്കും ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ ഭയങ്കരമായ കലിപ്പായിരുന്നു, ദേഷ്യമായിരുന്നു. മാത്രമല്ല, ടെഹൽക്കയെ ഫണ്ട് ചെയ്യുന്നത് തന്നെ കോൺഗ്രസ് നേതാക്കന്മാരാണ് എന്ന് അന്ന് തന്നെ ഒരു ആരോപണമുണ്ടായിരുന്നു. ഇദ്ദേഹം അങ്ങനെ പ്രതാപത്തിൽ നിൽക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? പുള്ളിക്കെതിരായിട്ട് ലൈംഗിക ആരോപണം ഉയർന്നു വരുന്നത്. ഈ ടെഹൽക്കയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു യുവ മാധ്യമ പ്രവർത്തകയെ ഇദ്ദേഹം ലിഫ്റ്റിൽ വെച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു ആരോപണം. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ സുഹൃത്തുമാണ് ഈ പീഡനത്തിൻ്റെ ഇരയായി എന്ന് അവകാശപ്പെടുന്ന യുവതി. അത് ടെഹൽക്കകത്ത് മാത്രം പോകഞ്ഞു എന്നൊരു സംഭവമായിരുന്നു. തരുൺ തേജ്പാൽ ഈ വിഷയത്തിൽ ദീർഘമായ ഖേദപ്രകടനം നടത്തിയതാണ്, ക്ഷമായാചന നടത്തിയതാണ്. പെൺകുട്ടി മാപ്പ് കൊടുത്തു എന്ന് നമുക്കറിയില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓമനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം എന്ന പഴയ യേശുദാസിൻ്റെ പാട്ട് പോലെ കാര്യങ്ങൾ. പക്ഷേ ഈ സംഭവം അറിഞ്ഞാൽ തന്നെ ഗോവയിലെ പോലീസ് ഇദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. അത് അന്വേഷിച്ചു. പുള്ളിക്ക് കോടതി ജാമ്യം നിഷേധിച്ചു. കുറച്ചു കാലം ജയിലിൽ സുഖവാസം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. പിന്നീട് വിചാരണ വേളയിൽ നമ്മുടെ കപിൽ സിബലിനെ പോലെ പ്രഗത്ഭന്മാരായ അഭിഭാഷകരാണ് പുള്ളിക്ക് വേണ്ടി ഹാജരായത്. ഗോവയിലെ വിചാരണ കോടതി ജഡ്ജി ഒരു വനിതാ ജഡ്ജിയാണ്. ഇപ്പോഴും വനിതാ ജഡ്ജിമാർക്ക് ഈ ബലാത്സംഗ കേസുകളിലൊക്കെ കുറ്റവാളികളോടായിരിക്കും ഒരു മനസ്സുകൊണ്ട് ചായവുണ്ടാകുക. ഈ മാതിരി കേസുകൾക്ക് എപ്പോഴും പുരുഷ ജഡ്ജിമാരാണ് നല്ലത്. ഇപ്പം നമ്മൾ നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തന്നെ നമ്മൾ കണ്ടല്ലോ. പുരുഷ ജഡ്ജിമാരാണെങ്കിൽ മിക്കവാറും ഇരയോട് അല്ലെങ്കിൽ പീഡനത്തിന് ഇരയായ സ്ത്രീയോട് കുറച്ച് അലിവ് അല്ലെങ്കിൽ അനുതാപം കാണിക്കാറുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ സംശയത്തിൻ്റെ ആനുകൂല്യം മാത്രമല്ല, നീതിപീഠത്തിൻ്റെ അമിതമായ അലിവും സഹാനുഭൂതിയും പ്രതിയായ തരുൺ തേജ്പാലിനോടാണ് ഉണ്ടായത്. അങ്ങനെ തേജ്പാലിന് സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി വിട്ടയച്ചു. അതിനെതിരെ ഗോവ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. ഗോവയിൽ സ്വന്തമായിട്ട് ഹൈക്കോടതിയില്ല. ബോംബെ ഹൈക്കോടതിയുടെ ബെഞ്ചാണ് ഗോവയിലുള്ളത്. ബോംബെ ഹൈക്കോടതിക്ക് മൊത്തം 4 ബെഞ്ചാണുള്ളത്. ഒന്ന് ബോംബെ, പിന്നെ ഗോവ, പിന്നെ ഔറംഗാബാദ്, പിന്നെ നാഗ്പൂർ. അങ്ങനെ ഗോവ ബെഞ്ച് വിശദമായി വാദം കേട്ടു. തരുൺ തേജ്പാൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തി. ഈ വിധി പ്രസ്താവന മാറ്റിവെക്കണം, ഞാൻ സുപ്രീം കോടതിയിൽ പോയി സ്റ്റേ മേടിച്ചിട്ട് വരട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ വക്കീൽ ആവശ്യപ്പെട്ടുവെങ്കിലും കോടതി തെല്ലും വഴങ്ങിയില്ല. എന്ന് മാത്രമല്ല, പുള്ളിക്ക് 10 കൊല്ലം കഠിന തടവും പിന്നെ പിഴ ശിക്ഷയും വിധിച്ചു. പിന്നെ വേറൊരു 3 കൊല്ലവും പിന്നെ ഒരു കൊല്ലം കൂടിയുണ്ട്. അതെല്ലാം കൂടി ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് കൃത്യം 10 കൊല്ലം ജയിലിൽ കിടന്ന് പുള്ളിയുടെ പാപം തീരും എന്നാണ് ബോംബെ ഹൈക്കോടതിയിലെ ഗോവ ബെഞ്ച് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്ന അവസരത്തിൽ തരുൺ തേജ്പാൽ കോടതിയിൽ ഉണ്ടായിരുന്നു എന്നുകൂടെ മനസ്സിലാക്കാൻ. അദ്ദേഹം പറയുന്നത് അദ്ദേഹമാണ് ഇര, ഈ പരാതിക്കാരി ഒരു വേട്ടക്കാരിയാണ് എന്നാണ്. അങ്ങനെ പരാതിക്കാരി വേട്ടക്കാരിയും പ്രതി ഇരയുമായി മാറുന്ന ഒരു സവിശേഷ സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞൊരു വാചകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കൊരു ഭാര്യയുണ്ട് എന്നാണ്. ആ ഭാര്യ ഉള്ളതുകൊണ്ടാണല്ലോ പുള്ളി മകളുടെ പ്രായമുള്ളൊരു പെൺകുട്ടിയോട് ഈ മാതിരി അതിക്രമത്തിന് പോയത്. പക്ഷേ നമുക്കിത് പുള്ളിയോട് ചോദിക്കാൻ പറ്റില്ല. നമുക്കിതൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഏതായാലും തേജ്പാലിനെ വിധിയുടെ കരാളഹസ്തങ്ങൾ ജയിലിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ്. അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഏതായാലും ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായി പോയി ഈ വിരുദ്ധ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇന്ന് വൈകുന്നേരം തന്നെ നമുക്ക് മീഡിയ വൺ ചാനലിൽ അടുപ്പൂട്ടി ചർച്ച പ്രതീക്ഷിക്കാം. അതിൽ ദാവൂദും സംഘവും യോഗം ചേർന്നിട്ട് തരുൺ തേജ്പാലിനെതിരായിട്ടുള്ള ഈ ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ച് വാചാലമായിട്ട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. മാത്രമല്ല, പത്രാധിപന്മാർക്ക് യുവ മാധ്യമ പ്രവർത്തകരെ ബലാത്സംഗം ചെയ്യാനും മാനഭംഗപ്പെടുത്താനുമുള്ള ഭരണഘടനാദത്തമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അങ്ങനെയുള്ള ആരോപണങ്ങൾ എങ്ങനെയാണ് ഈ പോരാട്ടത്തെ ദുർബലമാക്കുന്നത്, ഫാസിസ്റ്റ് ശക്തികൾ എങ്ങനെയാണ് മാന്യന്മാരെ കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് തന്നെ വൈകുന്നേരം നമ്മൾ എന്ത് കാണണം? മീഡിയ വൺ ചാനലിലെ അടുപ്പൂട്ടി ചർച്ച കാണും. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായത്തിൽ വലിയ വ്യത്യാസം വരും എന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല. അപ്പോൾ ആ ചർച്ചയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ശുപാർശ ചെയ്യുന്നു. തരുൺ തേജ്പാലിന് സന്തോഷകരമായ ജയിൽ ജീവിതം ആശംസിക്കുകയും ചെയ്തു.